ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ ശക്തമായൊരു പ്രതികരണം നടത്തേണ്ടതായിരുന്നു. മോദി അത് ചെയ്യാത്തത് വലിയ വീഴ്ചയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. സോണിയാഗാന്ധി, ബഹുമാനിയായിട്ടുള്ള സോണിയാഗാന്ധി അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. പലപ്പോഴും നമ്മളിപ്പോൾ ഇന്ത്യയിലെ മുൻ ഗവൺമെന്റുകൾ, പല ഗവൺമെന്റുകളും, കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പല ഗവൺമെന്റുകളും മുൻകാലങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുത്തിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് പലപ്പോഴും പോളിസികൾ മേക്ക് ചെയ്തിരുന്നത്, ഡിസിഷൻ എടുത്തിരുന്നത്. ഇതൊരു വസ്തുതയാണ്, ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നതല്ല. പക്ഷേ AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, മുൻകാല കോൺഗ്രസ് സർക്കാരുകൾ എടുത്ത നിലപാട് അതിർത്തിയിൽ ചൈനയെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്തില്ല. നമ്മൾ അനാവശ്യമായ പ്രകോപനം വേണ്ടെന്ന് കരുതി. പക്ഷെ നമുക്ക് അതിർത്തി ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ താല്പര്യമായിരുന്നു, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ അത്യാവശ്യമായിരുന്നു, സുരക്ഷയ്ക്ക് അത്. പക്ഷെ എന്നിട്ടും ചൈന പ്രകോപിതരാകുമെന്ന് കരുതി മുൻകാല കോൺഗ്രസ് സർക്കാരുകൾ അത് ചെയ്തില്ല എന്ന് സമ്മതിച്ചത് AK ആന്റണിയാണ്. അദ്ദേഹം ചെയ്തില്ല എന്നല്ല, മുൻകാല സർക്കാരുകളെ തന്നെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. രണ്ടാമത്, അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ ചൈന പല മടങ്ങ് മുന്നിലേക്ക് പോവുകയും ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കോൺഗ്രസ് ഗവൺമെന്റുകൾ മുൻകാലങ്ങളിൽ എടുത്തിരുന്ന പോളിസി മനസ്സിലായെങ്കിൽ മാത്രമേ മോദി ഗവൺമെന്റ് എടുക്കുന്നതിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റൂ. അപ്പൊ കോൺഗ്രസ് എപ്പോഴും ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അനാവശ്യമായിട്ട് അങ്ങോട്ട് നമ്മൾ പ്രവോക്കിക്കാൻ പോകണ്ട, മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മാക്സിമം ക്ഷമിക്കുക, ക്ഷമ മാത്രമാണ്. പക്ഷെ നമുക്ക് ഈ ക്ഷമ കൊണ്ട് മാത്രം, അഹിംസ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് ഈ ഫിസിക്കൽ വേൾഡിൽ നിലനിൽക്കാൻ പറ്റില്ല. നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മേലെ അവർ ചവിട്ടി കയറിക്കൊണ്ടേയിരിക്കും. 62 എന്ത് സംഭവിച്ചു? കാശ്മീർ വിഷയത്തിൽ എന്ത് സംഭവിച്ചു? നമ്മൾ ക്ഷമിച്ച് ഇത്രയും കാലം പോയി. നമുക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടായത്? എന്നാൽ ക്ഷമയുടെ നെല്ലിപ്പലക പോലും കാണിക്കാത്ത രാജ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അമേരിക്ക ഉണ്ടായ കാലം തൊട്ട് തന്നെ അടുത്ത് കിടന്ന നാടുകൾ വെട്ടിപ്പിടിച്ചും പൈസ കൊടുത്തു വാങ്ങിയും അക്രമം കാണിച്ചും എത്ര പതിറ്റാണ്ടുകളായിട്ട് ഇതാ ഇപ്പോൾ സൂപ്പർ പവറായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലായിടത്തും നമുക്ക് ക്ഷമിച്ചു കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളായിരിക്കണം പ്രഥമ പരിഗണന നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നറിയാതെ നിൽക്കുന്ന ഇറാനെ പോലത്തെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലി കഴിപ്പിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഇപ്പോഴുള്ളത്? ഇറാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ്, നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ചാബഹാർ പോർട്ടിൽ. പക്ഷെ ഇപ്പൊ മരണപ്പെട്ട ബഹുമാന്യനായ സുപ്രീം ലീഡർ അദ്ദേഹം തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത ആളാണ്. കശ്മീരിലെ മനുഷ്യർ പലസ്തീന് സമാനമായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്ത്യ ഗവൺമെന്റ് കശ്മീരിലെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് പലസ്തീനിലെ ജനങ്ങളെ എങ്ങനെയാണോ ഇസ്രയേൽ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് എന്ന തരത്തിൽ ഇദ്ദേഹം, ഈ സുപ്രീം ലീഡർ, ഒരു പ്രതികരണം നടത്തി. ഇന്ത്യ അതിനെതിരെ റിയാക്ട് ചെയ്തു. പിന്നീട് ഇറാൻ അതൊന്ന് മയപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു കശ്മീർ വിഷയത്തിലെ നിലപാടെന്ന് പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ്. അദ്ദേഹം ഇന്ത്യയും ഇസ്രയേലിനെയും ഒരേ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനായിട്ട് മുന്നേ ശ്രമിച്ചിട്ടുണ്ട്. കാശ്മീർ വിഷയത്തിനകത്ത് ഇന്ത്യ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ BJP വിരോധികളായിട്ടുള്ള, മോദി വിരോധികളായിട്ടുള്ള പ്രേക്ഷകരും നിങ്ങളൊന്ന് പറയൂ, കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ എന്ത് തെറ്റാണ് ചെയ്തത്? 1947 കാശ്മീർ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ഒരു തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് അവരുടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളെ ചേർത്തുകൊണ്ട് കടന്നു കയറി കാശ്മീരിന്റെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത്. ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന അഭിപ്രായമാണ് ചരിത്രകാരന്മാർക്കുള്ളത്. അന്ന് അതിനെ നമുക്ക് തടയാൻ കഴിയുമായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം കുറെ പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ പോയി. പക്ഷെ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ഒരു രാജ്യമാണ് ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. കുറെ ഭാഗം ഇപ്പോഴും പാകിസ്ഥാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് നടക്കുന്നത് ഒരു BJP സർക്കാരോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലത്തെ ഒരു ഭരണാധികാരി ഉള്ളപ്പോഴല്ല, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി ആണ് ആദ്യമായിട്ട് BJPയുടെ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ അധികാരത്തിൽ വരുന്നത്. അത്രയും കാലവും ഈ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും കാശ്മീർ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. 370-ാം അനുച്ഛേദം അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല കാശ്മീരിൽ തീവ്രവാദത്തിന് വല്ല കുറവുണ്ടായിരുന്നോ? എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ശാന്തത ഉണ്ടായിരുന്നോ?
അതൊന്നും ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ കാശ്മീരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? സൈന്യവുമായിട്ട് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാര് കല്ല് പറക്കി എറിയുന്നു, അല്ലെങ്കിൽ സൈന്യത്തെ ആക്രമിക്കുന്നു, സൈന്യം പെല്ലറ്റുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭവങ്ങളാണ് നിരന്തരം കേൾക്കുന്നത്. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി വന്നതിന് ശേഷവും ഇതിന് യാതൊരു ശമനവും ഉണ്ടായില്ല. കുറെ കാലം ഇത് തുടർന്നു. പിന്നീടാണ് നരേന്ദ്രമോദി ഇതിനെ നേരിടാൻ തീരുമാനിക്കുന്നതും ഈ വിഷയത്തിനെ അമർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നതും അവിടെയുള്ള വിഘടനവാദികൾ ഒന്നൊന്നായിട്ട് വീട്ടുതടങ്കലിലാക്കിയും തടഞ്ഞും ജയിലിലടച്ചും ഭീകരവാദികളെ തുരത്തിയും ഒക്കെ ഇന്ത്യ അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു. അതിനുശേഷമാണ് 370 അനുച്ഛേദം എടുത്തു മാറ്റുന്നത്. ഇന്നിപ്പോ ജമ്മു കാശ്മീർ എത്രത്തോളം ഡെവലപ്പായി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ജയിച്ചെന്നേ. ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി ജയിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ട്. എത്രത്തോളം ജമ്മു കാശ്മീർ പുരോഗതിയിലേക്ക് വന്നു നോക്കുക. താഴ്വര ശാന്തമാണ് ഇന്ന് താരതമ്യേന മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട്. എന്ന് മാത്രമല്ല, യുവതികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു, ചെറുപ്പക്കാര് ജോലി ചെയ്യാൻ തുടങ്ങുന്നു, കോളേജിൽ പോകാൻ തുടങ്ങുന്നു, പോലീസിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങുന്നു, സൈന്യത്തിന്റെ ഭാഗമാകാൻ തുടങ്ങുന്നു. അങ്ങനെ അവര് സാധാരണ ജീവിതം, ഇന്ത്യയുടെ ഏതൊരു സ്റ്റേറ്റും എന്നതുപോലെ സാധാരണ ജീവിതത്തിലേക്ക് പോവാണ്. 370 അനുച്ഛേദം ഉണ്ടായിരുന്ന കാലം വരെ ഇതായിരുന്നു അവസ്ഥ. കാരണം അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു, അവർ ഇന്ത്യയിലെ ഭാഗമല്ല, നമ്മൾ ഇന്ത്യയുടെ പുറത്താണ്, നമുക്ക് സ്വതന്ത്ര രാജ്യമാകണം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. 370 അനുച്ഛേദം എടുത്ത് വെളിയിൽ കളഞ്ഞപ്പോൾ ആ തോന്നൽ മാറി. ഇന്ത്യയുടെ ഔദ്യോഗിക സ്റ്റേറ്റായി മാറുന്നതോടെ, പൂർണ്ണമായ ഒരു സ്റ്റേറ്റായിട്ട് മാറുന്നതോടെ അവർക്ക് സ്വാഭാവികമായ നമ്മളും ഇന്ത്യക്കാരെന്ന തോന്നൽ വന്നു. അവിടെ ജനജീവിതം മെച്ചപ്പെടാൻ തുടങ്ങി, തൊഴിലവസരങ്ങൾ വരാൻ തുടങ്ങി, ടൂറിസ്റ്റുകൾ ധാരാളം എത്താൻ തുടങ്ങി. ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ ഗൈഡിന്റെ ജോലി മാത്രം ചെയ്തിരുന്ന ചെറുപ്പക്കാര് ഇന്ന് മറ്റു മേഖലകളിലേക്ക് പോവാണ്. ഇപ്പതാ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉയരുന്ന ഒരു ആവശ്യം ജമ്മു കാശ്മീരിന് IPL സ്വന്തമായിട്ടൊരു ടീം വേണമെന്നാണ്. ഇതൊക്കെ ഒരു 10 കൊല്ലം മുന്നേ സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അപ്പോ ഇന്ത്യയില് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വന്നപ്പോൾ മാറ്റങ്ങൾ ഇന്നുണ്ട്. പക്ഷേ ഇറാൻ ഭരണാധികാരി ഉൾപ്പെടെ ജമ്മു കാശ്മീരിലെ ജനത വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ്. പലസ്തീനിലെ അവസ്ഥയാണെന്നൊക്കെ രീതിയിൽ കമ്പയർ ചെയ്ത ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു നിലപാട് കാശ്മീർ വിഷയത്തിലൊക്കെ എടുത്തിട്ട് പോലും ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയി. കാരണം നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇറാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇറാനും ഇന്ത്യയെ പിണക്കാൻ പറ്റില്ല. ഇന്ത്യയെ പിണക്കിയ പാകിസ്ഥാനും ചൈനയും കൂടുതൽ ഇറാനിൽ ഡോമിനേറ്റ് ആവും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ത്യയെ അവരും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോ ഈ ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. നമ്മുടെ താല്പര്യം എന്താണ്? ഇന്ത്യയുടെ താല്പര്യത്തിന് ഏറ്റവും ആവശ്യം കാശ്മീർ വിഷയത്തിൽ അടക്കം പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്ന, ഇന്ത്യയെ എതിർത്ത് നിൽക്കുന്ന ഇറാനാണോ, കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് അനുകൂല നിലപാടെടുക്കുന്ന ഇസ്രയേലാണോ നമുക്ക് പ്രധാനം? നമുക്ക് തീർച്ചയായിട്ടും മുൻതൂക്കം ഇസ്രയേലിനാണ്. കാരണം ഇസ്രയേലിന്റെ പോളിസികൾ ഇന്ത്യക്ക് ഫേവറബിൾ ആണ്. ഇസ്രയേൽ ഇന്ത്യക്ക് അനുകൂല നിലപാടെടുക്കുന്ന രാജ്യമാണ്. ഇനി ഇസ്രയേലും ഇന്ത്യയും ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഏതാണ്ട് ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇസ്രയേലുമായിട്ടുള്ള സൗഹൃദത്തിന് സവിശേഷമായ ഒരു പ്രാധാന്യമുള്ളത്. അതായത് ഇന്ത്യ പ്രധാന ഭീഷണി നേരിടുന്നത് തീവ്രവാദികൾ വിഹരിക്കുന്ന പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇതേ ഭീഷണി ഇസ്രയേലിനുമുണ്ട്. അതേ രീതിയിൽ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. അപ്പൊ ഇന്ത്യക്കും ഇസ്രയേലിനും ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളും ഏതാണ്ട് ഒരേ എതിരാളികളുമാണ്. ഇപ്പൊ തുർക്കിയുടെ കാര്യം എടുക്കാം. ഇന്ത്യയുടെയും എതിരാളിയായിട്ട് ഇന്ന് തുർക്കി മാറിയിട്ടുണ്ട്, ഇസ്രയേലിന്റെയും എതിരാളിയാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെയും എതിരാളിയാണ്, ഇസ്രയേലിന്റെയും എതിരാളിയാണ്. അപ്പൊ ഈ തരത്തില് കോമൺ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും ഇസ്രയേലിനും സഹകരിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇസ്രയേലിനെ പിണക്കേണ്ട ഒരു കാരണവും ഇപ്പോഴില്ല. അപ്പൊ ഇസ്രയേൽ ഇറാൻ വിഷയം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. പരസ്യമായി തന്നെ ഇറാൻ ഇസ്രയേലിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുമുള്ളതാണ്. ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു, ഇറാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഇവിടെ ഇപ്പോ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലി കൊടുക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. നമുക്ക് US വ്യാപാര പങ്കാളിത്തം ആവശ്യമാണ്, ഇസ്രയേലുമായിട്ടുള്ള ടെക്നോളജി പങ്കാളിത്തവും സൗഹൃദവും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അത് പ്രധാനമാണ്. ഇറാന്റെ ഭാവി എന്താകുമെന്ന് ഇപ്പോൾ ലോകത്ത് ആർക്കും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രയേലും സക്സസ് ആവുകയാണെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും. ഷാ ഭരണകൂടം അധികാരത്തിൽ വരും. ഷാ ഭരണകൂടം അധികാരത്തിൽ വന്നാലും നമുക്ക് ഇറാനുമായിട്ട് നല്ലൊരു റിലേഷൻ ആവശ്യമാണ്. കാരണം നമ്മുടെ ചാബഹാർ പോർട്ട് അവിടെ കിടക്കുകയാണ്. സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് കണക്ടിവിറ്റി ആവശ്യമാണ്. ഇനി അഥവാ ഷാ ഭരണകൂടം അധികാരത്തിൽ വന്നില്ല എങ്കിലും
നമുക്ക് ഇറാനുമായിട്ട് റിലേഷൻ ആവശ്യമാണ്. ഇപ്പോഴത്തെ ഭരണകൂടം തന്നെ തുടരുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഇറാനെ ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ജീനിയസ് അദ്ദേഹം ശരിക്കും ഇവിടെ കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഇറാനെ അനുകൂലിച്ചോ ശക്തമായിട്ട് ഇറാനെ എതിർത്തോ ഒന്നും പറയാതെ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ച തീരുമാനം. പകരം നമ്മളിവിടെ സമാധാനം വേണം, എല്ലാ രാജ്യങ്ങളും പരമാധികാരത്തെ മാനിക്കണം എന്നിങ്ങനെയുള്ള പതിവ് ഡയലോഗിൽ ഒതുക്കുകയാണ്. അതേസമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി UAE-യുടെ ഭരണാധികാരിയെ വിളിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. UAE-ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി. കാരണം ഗൾഫിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ണർ എന്ന് പറയുന്നത് UAE ആണ്. ഇനി ഇസ്രയേലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത നമ്മുടെ ഏറ്റവും എന്താ പറയാ ഉറച്ച സുഹൃത്താണ് ഇസ്രയേൽ. ഇറാന്റെ രാഷ്ട്രീയ ഭാവി ആർക്കും അറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവിടെ ഏത് ഭരണകൂടമാണോ നിലനിൽക്കുന്നത് അവരുമായിട്ട് പതിയെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇടപെട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടിയെടുക്കും എന്ന് മാത്രം. ഇപ്പോഴത്തെ ഭരണകൂടം തുടർന്നാലും ഷാ ഭരണകൂടം അവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടാലും അവരുടെ കാശ്മീർ വിഷയത്തിലടക്കമുള്ള പോളിസിയിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും അവർ കാശ്മീരിന്റെ വിഷയത്തിൽ ഇന്ത്യയെ കാര്യമായിട്ട് പിന്തുണയ്ക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഉറച്ച സപ്പോർട്ട് നൽകുന്ന ആരാണോ അവരെ പിണക്കാതെ ഈ വിഷയത്തിൽ ബുദ്ധിപരമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. ഇന്ത്യയുടെ താല്പര്യമാണ് ഏത് വിഷയത്തിലും എന്നതുപോലെ ഇവിടെയും ആത്യന്തികമായി പ്രധാനം. 145 കോടി ജനങ്ങളുടെ ക്ഷേമവും ഈ രാജ്യത്തിന്റെ വളർച്ചയുമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ചൈന എന്ത് ചെയ്യുന്നു, അമേരിക്ക എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, ഇറാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ രാജ്യത്തിന് പ്രശ്നമുണ്ടാകരുത്, നമ്മുടെ രാജ്യത്തിനെ ഒരു തരത്തിലും ബാധിക്കരുത്. അപ്പൊ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളും അങ്ങനെയായിരിക്കും. അല്ലാതെ വൈകാരികമായിട്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ആത്മീയ ആചാര്യനെ കൊന്നത് ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കാൻ പോയാൽ അവിടെ നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് കാര്യങ്ങൾ മാറും. തത്വത്തിൽ ഇസ്രയേൽ ചെയ്തത് വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. 86 വയസ്സുള്ള ഒരു വയോവൃദ്ധനെ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ സുപ്രീം ലീഡറിനെ വകവരുത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആദർശം പുഴുങ്ങി തിന്നാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മുടെ രാജ്യത്തെ ഒരു സൂപ്പർ പവർ ആക്കുക, അല്ലെങ്കിൽ ഒരു എക്കണോമിക് പവർ ആക്കുക, ഒരു ഗ്രേറ്റ് പവർ ആയിട്ട് നിലനിർത്തുക. 2047 ഒരു വികസിത ഇന്ത്യ ആക്കി ദരിദ്ര ഇന്ത്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പലതും കാണേണ്ടി വരും, ചിലത് കണ്ടില്ലെന്ന് വെക്കേണ്ടി വരും. അത് നമ്മൾ കൂടുതൽ ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ. അല്ലാതെ ഇവിടെ കാണുന്ന എല്ലാ ചെളിയിലും നമ്മൾ ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് തന്നെ പാരയായിട്ട് മാറും. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല തീരുമാനമാണ് ഇറാന്റെ വിഷയത്തിൽ വല്ലാതെ കയറി ഇടപെടാത്തത്. കാരണം ഇറാനും കാശ്മീർ വിഷയത്തിലൊന്നും അങ്ങനെ ഒരു സപ്പോർട്ട് അടുത്തിടെയായിട്ട് ഇന്ത്യക്ക് നൽകിയതായി കാണുന്നില്ല.